ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഗരം മസാല എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗരം മസാല ആവശ്യമാണ്. ഓരോ കറി ഉണ്ടാക്കുമ്പോഴും ഗരം മസാല മസ്റ്റായിട്ടും വേണം. അപ്പോൾ അത് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ നമ്മളിപ്പോൾ കറികളിലൊക്കെ ഹോൾ സ്പൈസസ് ഇടുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഗരം മസാല ചേർക്കുന്നത്. അതുപോലെ ബിരിയാണിക്കാണെങ്കിലും കുറച്ച് ഗരം മസാല ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ജീരകം ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 40 ഏലക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്രാമ്പു 40 എടുത്തിട്ടുണ്ട്. 2 തക്കോലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. തക്കോലത്തിന്റെ അല്ലി വേർപിടിച്ച് കൊടുക്കുക, എന്നാൽ പെട്ടെന്നൊന്ന് ചൂടായി കിട്ടിക്കോളും. ഇതൊക്കെ ഒരുപാടൊന്നും ചൂടാവേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മളിത് റോസ്റ്റ് ചെയ്യാതെ പൊടിച്ചെടുത്താല് പെട്ടെന്ന് പൊടിയോ ഇല്ല, അതുപോലെ നല്ല സ്മെല്ലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ ഇപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ജീരകം വെച്ച പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 പട്ടയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള പട്ട തന്നെയാണ്. അപ്പോൾ ചെറിയ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം, എന്നാൽ പെട്ടെന്ന് റോസ്റ്റായി കിട്ടിക്കോളും. പിന്നെ ഗരം മസാല നമ്മൾ പൊടിച്ചങ്ങാണ്ട് ഒരു ചില്ല് ഭരണിയിലാക്കി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. 1 മാസത്തിനൊക്കെ ഉള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി. അതിൽ കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ നഷ്ടപ്പെടും. പിന്നെ ഞാനിവിടെ ജാതിക്കേൻ്റെ കുരു ഒരു 1/4 പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 പൊട്ട് മതി നമുക്കിതിലേക്ക്, ഒത്തിരി ഒന്നും വേണ്ട. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ പുറത്തുനിന്ന് ഗരം മസാല വാങ്ങുകയാണെങ്കിൽ അവരിതിൽ എല്ലാ സ്പൈസസും ഒന്നും ചേർക്കില്ല. അതിനത്ര ടേസ്റ്റും ഫ്ലേവറും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ ഗരം മസാല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജാതിപത്രിയാണ്. 4 ജാതിപത്രി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബേ ലീവ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് റോസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഈ ബേ ലീവ്സും അതുപോലെ ജാതിപത്രിയൊക്കെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചൂടായിക്കോളും. അപ്പോൾ അങ്ങനെ പിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഗരം മസാല ഇടുകയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ, അതിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും അതിലൊരു കുറച്ചൊരു ടീസ്പൂൺ 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമുക്കിത് ചൂടായി കിട്ടിക്കോളും. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കണം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല റെഡി ആയിക്കോളും. അപ്പോൾ ഈ സ്പൈസസ് ഒക്കെ ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ചില്ല് കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. പക്ഷെ ഞാനിതിപ്പോൾ ഇവിടെ ഒത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടിപ്പോൾ പെട്ടെന്ന് തന്നെ ചിലവായിക്കോളും. ഞാൻ എല്ലാ കറികളിലും ഗരം മസാലയൊക്കെ ഇടാറുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന കടലക്കറിയിലും അതുപോലെ മുട്ടക്കറിയിലും ഒക്കെ. അപ്പോൾ പെട്ടെന്ന് ചിലവാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.